Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാക്കളെ എന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളുമേറെ അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തിരിക്കണം. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. നാഥ, ഞങ്ങൾക്ക് നീ ദുനിയാവിൽ പലതും നൽകണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവർക്ക് പരലോകത്ത് യാതൊന്നും തന്നെ അവശേഷിക്കുന്നതല്ല. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങളുടെ നാഥ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ ചൊരിയണമേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുമുണ്ട്. أولئك لهم نصيب مما كسبوا والله سريع الحساب. അവർക്ക് തങ്ങൾ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ടായിരിക്കും. വളരെ വേഗത്തിൽ കണക്ക് തീർക്കുന്നവനാണല്ലോ അല്ലാഹു. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى. എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ഒരാൾ തിടുക്കത്തിൽ 2 നാൾ കൊണ്ട് പിരിഞ്ഞു പോയാൽ അവന്റെ മേലതൊരു കുറ്റമല്ല. താമസിച്ചു പോകുന്നവനും കുറ്റക്കാരനായിരിക്കില്ല. സൂക്ഷ്മതയുള്ളവർക്കാണ് ഈ ആനുകൂല്യം. واتقوا الله واعلموا أنكم إليه تحشرون. അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ അവന്റെ സമക്ഷത്തിൽ സംഗമിക്കപ്പെടുന്നവരാണ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 200 മുതൽ 203 വരെയുള്ള 4 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു മഹത്തരമായ കർമ്മത്തെയും അനശ്വരമാക്കുന്നത് തുടക്കം പോലെ തന്നെ ഒടുക്കവും പവിത്രമായിരുന്നോ എന്നതിനെ ആസ്പദിച്ചുകൊണ്ടായിരിക്കും. എത്രയേറെ കഠിനമായ പരിശ്രമങ്ങളാണ് ബുദ്ധിശൂന്യമായ പര്യവസാനം നിമിത്തം ഫലശൂന്യമായി പോകുന്നത്. മഹത്തായ ലക്ഷ്യത്തിനായി നടന്ന പോരാട്ടങ്ങളും യുദ്ധങ്ങളും പലതും അന്ത്യഘട്ടത്തിൽ നിയന്ത്രണാതീതമാവുകയും വിപരീത ഫലങ്ങൾ ഉളവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമാനമായി വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ പലതരം വൈതരണികളെയും അതിജീവിച്ച് ദുർഘടമായ പല വഴികളും താണ്ടി മക്കയിലെത്തി വെല്ലുവിളികൾ അത്രയും അഭിമുഖീകരിച്ച് ഒടുക്കം അവസാന ഘട്ടത്തിൽ എല്ലാം കൊണ്ടുപോയി ആറ്റിൽ കളഞ്ഞേക്കരുത്, തുലച്ചു കളഞ്ഞേക്കരുത് എന്നാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഫൈദ ഖലൈതും മനാസിക്കക്കും, മനാസിക്കുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ. മനാസിക് എന്ന് പറയുന്നത് നേരത്തെയും കടന്നുപോയിട്ടുള്ള ഒരു പദമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ, വ അരിന മനാസിക്കന, എങ്ങനെ വേണം അനുഷ്ഠാന രീതികൾ എന്നത് നീ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണേ റബ്ബേ എന്നായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾക്കുമാണ് മനാസിക് എന്ന പദം കൊണ്ട് ഉദ്ദേശം. ഈ ദുൽഹിജ്ജ 8 ആരംഭിക്കുന്ന ആ കർമ്മങ്ങളെ അത്രയുമാണ് മനാസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അന്നേ ദിവസം തവാഫുൽ ഖുദൂമിൽ തുടങ്ങി അവസാനം മുടിയെടുക്കലോടുകൂടി അവസാനിക്കുന്ന കർമ്മങ്ങളുടെ ആ നിർവഹണ പൂർത്തീകരണം സംഭവിച്ചാൽ ഫദ്കുറുല്ലാഹ്, അപ്പോഴും നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിൽ തന്നെയായിരിക്കണം. ഈ ദിക്ർ അഥവാ സ്മരണ എന്നത് ഒരു വ്യക്തിക്ക് തന്റെ ജീവശ്വാസത്തെക്കാൾ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാനാകാത്തതുമായ ഒരു ഘടകമാണ്. ആരാധനയിൽ മുഴുകിയ ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ദിനം ആഘോഷങ്ങൾക്കായി നീക്കിവെക്കുക എന്നത് ഒരു പൊതു നടപ്പ് രീതിയാണെന്ന് നമുക്കറിയാം. ഒരു മാസക്കാലം നോമ്പെടുത്ത് ഒടുവിൽ പെരുന്നാൾ ദിവസം തന്നെ സകല പേക്കൂത്തുകളുമായി ഇറങ്ങിപ്പുറപ്പെടുന്നവർ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. എന്നല്ല, പല സമൂഹങ്ങൾക്കും ആരാധനാനുഷ്ഠാനങ്ങൾ എന്നത് തന്നെയും കുത്തഴിഞ്ഞ പേക്കൂത്തും ആട്ടവും പാട്ടവും ഒക്കെ തന്നെയാണെന്ന് ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് കാണാം. എന്നാൽ ഇസ്ലാം താല്പര്യപ്പെടുന്നത് ഓരോ ഇബാദത്തുകളും നമ്മിൽ ദൈവബോധവും തഖ്വയും ദിക്റുമെല്ലാം വളരെയധികം സൃഷ്ടിച്ചെടുക്കണം എന്നതാണ്. അഖിമിസ്സലാത്ത ലിദിക്രി എന്നത് അതിന് വലിയൊരു ഉദാഹരണമാണ്. നിസ്കാരം അത് എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. രാവോളം വെള്ളം കോരിയിട്ട് വൈകുന്നേരം കുടമുടച്ചു കളയരുതേ എന്ന് ഒരു തയ്യൽക്കാരിയുടെ അല്ലെങ്കിൽ നൂൽക്കാരിയുടെ ഉദാഹരണത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതും നാം ഓർക്കുമല്ലോ.
സമാനമായി ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച ശേഷം, ഹജ്ജിന്റെ മുഖ്യമായ അനുഷ്ഠാനങ്ങൾ തീർന്നതിനു ശേഷം തടവറയിൽ നിന്നും മോചിതരായവരെ പോലെ ഇതുവരെ ചെയ്ത ത്യാഗങ്ങളെയെല്ലാം വൃഥാവിലാക്കും വിധം നിങ്ങൾ പെരുമാറിയേക്കരുത്. അപ്പോഴും എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ സ്വന്തം പൂർവികന്മാരെ ഓർക്കും പോലെയോ അതല്ലെങ്കിൽ അതിലേറെയോ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. വിശേഷിച്ച് ഈ വേളയിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. കാരണം ഇസ്ലാമിന്റെ പൂർവ്വകാലത്ത് മുശ്രിക്കുകൾ ഈ സ്ഥലത്ത് പേക്കൂത്തുകൾ നടത്തിയിരുന്ന സ്ഥലമായിരുന്നു. തങ്ങളുടെ വംശാവലികളുടെ അപദാനങ്ങൾ പാടി പ്രചരിപ്പിക്കാനും ഈ അവസരം അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. അൽഹാക്കുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. വംശവെറിയിലും ജാതിബോധത്തിലും അഭിമാനം തൂകുന്ന ഒരു പ്രത്യേകതരം രോഗമുണ്ടല്ലോ, അത് എവരെയും കൊണ്ട് കുഴിമാടം വരെ പോയെന്നിരിക്കും. വംശീയ മഹിമയിൽ ഊറ്റം കൊണ്ടിരുന്നു എന്നതാണ് ബനു ഇസ്രായേലികളുടെ പ്രശ്നമെങ്കിൽ, ഗോത്രീയമായ ഉച്ചനീചത്വങ്ങളായിരുന്നു മക്കൻ മുശ്രിക്കുകളുടെ സാംസ്കാരിക പഴുപ്പ്. ഹജ്ജ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അവർ നടത്തിയിരുന്ന ഒരു കലാപരിപാടിയായിരുന്നു തന്താങ്ങളുടെ ഗോത്രത്തിലെ വീരപുരുഷന്മാരുടെ സ്തുതിഗീതങ്ങൾ പാടി പ്രചരിപ്പിച്ച് മേനി പറയുക എന്നത്. അതിലൂടെ അവരൊരു പ്രത്യേകതരം പുളകച്ചാർത്ത് തന്നെ അനുഭവിക്കുമായിരുന്നു. ഇപ്പോഴും പലരെയും നമുക്ക് കാണാം ഇതേ സ്വഭാവത്തിൽ മേനി പറയുന്നവരെ. പലരും വളരെ നിഷ്കളങ്കമായ ഒരു പൊങ്ങച്ചം മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ എങ്കിൽ പോലും പൊങ്ങച്ചം തന്നെ ഒരു ദുസ്വഭാവമാണ്. തൽസ്ഥാനത്ത് നിങ്ങൾ പടച്ചവനെ പുകഴ്ത്തിക്കൊള്ളൂ, അവനെക്കുറിച്ചുള്ള സ്മരണകൾ ഉണർത്തിക്കൊള്ളൂ. കാരണം പിതൃമഹാത്മ്യങ്ങളല്ല, ദൈവസ്മരണയാണ് മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നത്. എല്ലാ പാരമ്പര്യവാദങ്ങളിൽ നിന്നും മുക്തരായി അവയുടെ അടയാളങ്ങളാകുന്ന വസ്ത്രം പോലും പരിഷ്കരിച്ചാണ് ഈ പരിക്രമത്തിന് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അത് വീണ്ടും ഒരു വംശാഭിമാനത്തിൽ കൊണ്ടുപോയി തള്ളിയേക്കരുത്. അതുകൊണ്ട് പഴമയിൽ നിങ്ങൾ കാണിക്കുന്ന, പൈതൃകങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ആ ആവേശത്തിനേക്കാളും തീവ്രതയേക്കാളും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പല ഇബാദത്തുകളും അവ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴെന്ന പോലെ തന്നെ അത് നടന്നു പൂർത്തിയായി കഴിഞ്ഞാലും ദിക്റുള്ള നിലനിർത്തണമെന്ന് താല്പര്യപ്പെടുന്നത് നമുക്ക് കാണാം. ജുമുഅയെക്കുറിച്ച് പറയുന്നിടത്ത് ഫസ്അഉ ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഓടി അണയണം എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് അവസാനം എന്ത് പറയുന്നു? ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറ. നിങ്ങളുടെ നിസ്കാരം അഥവാ നേരത്തെ പറഞ്ഞ ദിക്ർ അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു പൊക്കോളൂ. നിങ്ങളുടെ സ്വാഭാവികമായ ജീവിതോപാധികൾ തേടി അലഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ഫദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചിരിക്കണം. അഥവാ പള്ളിക്കകത്തെന്ന പോലെ പള്ളിക്ക് പുറത്തും, ഹറമിനകത്തെന്ന പോലെ ഹറമിന് പുറത്തും എല്ലാ സമയങ്ങളിലും നേരങ്ങളിലും ദിക്റുള്ള ഒരു അനിവാര്യമായ ആവശ്യകതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് ജീവശ്വാസം പോലെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുമാണ്. പല മനുഷ്യരുടെയും പ്രാർത്ഥനകളുടെ ലക്ഷ്യം തന്നെ ഭൗതിക താല്പര്യങ്ങളുടെ നിവർത്തിപ്പ് മാത്രമാണ് എന്നല്ല, ദൈവത്തെപ്പോലും അവർ ഈ താല്പര്യ പൂർത്തീകരണങ്ങളുടെ ഒരു ഉപാധി മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. മതവും വിശ്വാസവുമെല്ലാം അത്ര തന്നെയുള്ളൂ. ഭൗതികമായ കാര്യസാധനത്തിനായി മാത്രം പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നിർവഹിക്കുന്നവരാണ് മിക്കവരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവർ ഓർത്തിരിക്കണം, ഫമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അത്തരക്കാർക്ക് പരലോകത്ത് യാതൊന്നും തന്നെ നീക്കിയിരിപ്പുണ്ടാവില്ല. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. എന്നാൽ വേറെ പലരുമുണ്ട്, അവർ ദുനിയാവിലും ആഖിറത്തിലും നന്മകൾ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഇതാണ് അസ്സൽ പ്രാർത്ഥന. കാരണം ഭൗതികമായ നേട്ടങ്ങൾ ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. അത് ആഗ്രഹിക്കാനുള്ള ചോദനയും ശാശ്വതമോ യുക്തിപരമോ ആവണമെന്നില്ല. എങ്കിലും നമ്മൾ ആഗ്രഹിച്ചെന്നിരിക്കും, ലഭ്യമായി കഴിയുമ്പോഴായിരിക്കും അയ്യോ വേണ്ടായിരുന്നു എന്ന തോന്നലുണ്ടാകുന്നത്. എന്തു തന്നെ ആയാലും വലൽ ആഖിറതു ഖൈറും വ അബ്ഖ, ഏറ്റവും ഉത്തമവും ശാശ്വതവുമായത് പരലോകമാണല്ലോ. എന്നിട്ടും അതിനെക്കുറിച്ചൊരാധിയുമില്ലാതെ, അതിൻ്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ ഭൗതികമായ നേട്ടങ്ങളും ലാഭങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമായി ദൈവസന്നിധിയിലേക്ക് തിരിയുന്നതിനെക്കുറിച്ച് എന്തു പറയാൻ? അതുകൊണ്ട് ഈ പറഞ്ഞ സ്വഭാവത്തിൽ രണ്ടിടങ്ങളിലും സന്തോഷം ലഭിക്കണമെന്ന ഉത്തമമായ പ്രാർത്ഥനയായിരിക്കും ഒരു വിശ്വാസിയുടെ സവിശേഷ ഗുണം. ദുനിയാവും ആഖിറത്തും നന്മകളാൽ സമ്പന്നമാക്കാൻ തന്നെയാണ് നാം കൊതിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. പരലോക നന്മക്ക് കുറച്ചധികം പ്രയോറിറ്റി നൽകുകയും ചെയ്യാം. അതുകൊണ്ടാണ് വഖിനാ അദാബന്നാർ,
പടച്ചവനെ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ എന്ന് ഒരു അധിക പ്രാർത്ഥനയും ഈ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സന്തുലിതമായ നിലപാടെടുക്കുന്നവർക്ക് ഉലൈക നസീബും മിമ്മാ കസബു, അവരുടെ അധ്വാനത്തിന്റെ ഫലം, സമ്പാദ്യത്തിന്റെ വിഹിതം അവർക്ക് കിട്ടിയിരിക്കും. ആദ്യ കൂട്ടരുടെ പ്രാർത്ഥന ഭാഗികമായിരുന്നു എന്നതിനാലാണ് അവർക്ക് യാതൊരു വിഹിതവും പരലോകത്തുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചു വെച്ചത്. എന്നാൽ പ്രാർത്ഥനയും സമീപനവും പൂർണ്ണതയിലെത്തിച്ചാൽ, അഥവാ സന്തുലിതമായ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചാൽ അവർക്ക് അർഹമായ വിഹിതം കിട്ടിയിരിക്കുമെന്നാണ് അള്ളാഹു ഉറപ്പ് നൽകുന്നത്. വല്ലാഹു സരീഉൽ ഹിസാബ്, തീർച്ചയായും അക്കാര്യത്തിലൊന്നും തന്നെ അവൻ യാതൊരു കാലതാമസവും വരുത്തുകയില്ല. ക്ഷണനേരം കൊണ്ട് ഈ തീരുമാനങ്ങളെല്ലാം അവനെടുത്ത് നടപ്പിലാക്കിയിരിക്കും. മനുഷ്യ വ്യവഹാരങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നീതിയും ന്യായവുമെല്ലാം വളരെ വളരെ വൈകിയെത്തുന്ന അതിഥികളാണ് എന്നത്. വൈകിയെത്തുന്ന നീതി പലപ്പോഴും അനീതിയായി പോലും മാറിയെന്നിരിക്കും. അത് പടച്ചവന്റെ സമക്ഷത്തിൽ പക്ഷെ സംഭവിക്കുകയില്ല. ഇതൊരു വലിയ സമാശ്വാസത്തിന്റെ വർത്തമാനം കൂടിയാണ്. നിങ്ങളുടെ എല്ലാം കർമ്മങ്ങളും നാഥൻ വീക്ഷിക്കുന്നുണ്ട്. അവകൾക്കെല്ലാം തക്ക പ്രതിഫലം നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. അവ ലഭ്യമാക്കാൻ യാതൊരു തരത്തിലുള്ള അവധാനതയും ഉണ്ടാവുകയുമില്ല. ഒരു സത്യവിശ്വാസിക്ക് ഇതിൽ പരം മറ്റെന്തു സന്തോഷ വാർത്തയാണ് കിട്ടേണ്ടത്? അവന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ ഭാവങ്ങളാണ് ഈ ആയത്തുകളിൽ നിറഞ്ഞു തുളുമ്പി കിടക്കുന്നത്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എന്നും എപ്പോഴും ദിക്റുള്ള വേണമെന്നിരിക്കെ തന്നെ ഹജ്ജിന്റെ ഭാഗമായി ഇനിയും കുറച്ചുകൂടി നിർണിതമായ രാവുകൾ അവിടെ കഴിയേണ്ടതുണ്ട്. അഥവാ ദുൽഹജ്ജ് 8 തുടങ്ങി 10 അവസാനിക്കുന്ന മുഖ്യമായ കർമ്മങ്ങളെല്ലാം പൂർത്തിയായാലും ദുൽഹിജ്ജയിലെ 11, 12, 13 ദിവസങ്ങൾ കൂടി അവിടെ കഴിയേണ്ടതുണ്ട്. അയ്യാമുത്ത തശ്രീഖ് എന്നാണ് ഈ ദിവസങ്ങൾ അറിയപ്പെടുന്നത്. 10-ാം തീയതിയിലെ കർമ്മങ്ങൾ കഴിയുന്നതോടെ ഓടിപ്പോരാൻ വേണ്ടി തുനിഞ്ഞേക്കരുത്. കുറച്ചുകൂടെ എണ്ണപ്പെട്ട ദിനങ്ങൾ കൂടി അവിടെ ചെലവഴിക്കണം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി, എന്നാൽ ആർക്കെങ്കിലും 2 ദിവസങ്ങൾ കൊണ്ട് തിരികെ പോകേണ്ടുന്നൊരു ഗതികേടുണ്ടായാൽ, അത്തരമൊരു ആവശ്യകത വന്നാൽ അവന് അപ്രകാരം ചെയ്യുന്നതിൽ യാതൊരു കുറ്റവുമില്ല. അഥവാ ദുൽഹിജ്ജ 12 തവാഫുൽ വിദാവും ചെയ്ത് അയാൾക്ക് ഹറമിൽ നിന്ന് പിരിഞ്ഞു പോകാം. ഫമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി, ഇനി അഥവാ വൈകിപ്പോകാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലും കുറ്റമേതുമില്ല. അഥവാ 2 ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഏത് തീരുമാനത്തിന് പിന്നിലും തഖ്വ എന്നത് ഒരു മുഖ്യ ചോദനയായിരിക്കണം. കാരണം ഈ പറഞ്ഞതത്രയും ലിമനി തഖാ, തഖ്വയുള്ളവരുടെ കാര്യത്തിലുള്ള ആനുകൂല്യങ്ങളാണ്. മിനയിലെ ടെന്റുകളിൽ കഴിച്ചുകൂട്ടുക എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ആ ഒരു പ്രയാസത്തെ മുൻനിർത്തി മാത്രം ഈ സ്ഥലം വിടാൻ ഉദ്ദേശിക്കുന്നത് ഗുണകരമായിരിക്കില്ല. അതിന് മറ്റെന്തെങ്കിലും തക്കതായ കാരണങ്ങളുണ്ടായിരിക്കണം. കാരണം ഇതിനേക്കാൾ ദുർഘടമായ ഒരിടത്ത് നിങ്ങൾ സംഗമിക്കപ്പെടേണ്ടവരാണെന്ന കാര്യം ഒരു കാരണവശാലും മറന്നേക്കരുത്. വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായും അറിഞ്ഞിരിക്കുക, നിങ്ങൾ നാഥനിലേക്ക് ഒരു ദിവസം ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. യഥാർത്ഥ സമ്മേളനത്തിന്റെ ഒരു ട്രയൽ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അറിവ് വളരെ സുപ്രധാനമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരേക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ജുസുകിന്റെ തുടക്കം തന്നെ കഅബയുമായി ബന്ധപ്പെട്ട, കിബിലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ നിന്നാണ്. ബനു ഇസ്രായേലുകളുമായി ചേർത്ത് വെച്ചിട്ടാണ് ആ സംഭാഷണം തുടങ്ങി വെച്ചത്. അവസാനം ഇതാ മക്കയ്ക്കാർക്കും ഈ കഅബയിലേക്കുള്ള മുസ്ലിങ്ങളുടെ നീക്കവും അഭിമുഖീകരണവും ഒക്കെ തീരെ പിടിക്കുന്നില്ല. അവർക്കും അതിൽ അസ്വസ്ഥതകളും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് വരികയാണ്. അക്കൂട്ടത്തിനിടയിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ കടന്നുപോയത്. ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡുകളിൽ മറ്റു കാര്യങ്ങൾ കൂടി കൊണ്ടുവരാമെന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.